ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാൻ കുരിശുവീട്ടിൽ ജോൺ അഗസ്റ്റിൻ. ഫിഫ വേൾഡ് കപ്പ് മാമാങ്കം, അല്ലെങ്കിൽ 4 വർഷം കൂടുമ്പോൾ ഫുട്ബോളിൻ്റെ മാമാങ്കം നടക്കണേന് അതിൻ്റെ നോക്കൗട്ട് സ്റ്റേജിൽ, അത് റൗണ്ട് ഓഫ് 32 4-ാം ദിവസത്തെ കളി കഴിഞ്ഞു. മറ്റുള്ള കഴിഞ്ഞ ദിവസത്തെ കളികളിലെ പോലെ അപ്രതീക്ഷിതമായ എന്താ പറയണ അട്ടിമറി, ജർമ്മനി ഔട്ടായി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള അട്ടിമറികൾ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ റെഫറിമാർ കളിയുടെ റിസൾട്ട് ഇൻഫ്ലുവൻസ് ചെയ്യണതൊന്നും ഉണ്ടായിരുന്നില്ല. ശാന്തമായ കളിയായിരുന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി എന്ന് പറഞ്ഞാൽ സ്പെയിൻ. ഈ വർഷം ഏറ്റവും കൂടുതൽ കപ്പടിക്കുമെന്ന് പറയുന്ന ഒരു ടീമാണ്. അപ്പം ഗ്രൂപ്പ് ലെവലിലൊന്നും അവരത്ര മെച്ചമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ആദ്യത്തെ കളി തന്നെ ഒരു താരതമ്യേന ഒരു പുതിയ ടീമിനോട് ഡ്രോ വഴങ്ങേണ്ടി വന്നു. പക്ഷേ ഇന്നലെ അവരുടെ ഒരു ഓപ്പണൻ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ഓസ്ട്രിയ എന്നൊരു ടീം, ഒരു യൂറോപ്യൻ ടീമാണ്, അവരെ വളരെ കൂളായിട്ട് ആധികാരികമായി 3-0 തോൽപ്പിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സ്പെയിൻ ഔട്ട്പ്ലേഡ് ഓസ്ട്രിയ, അത്രേ ഉള്ളൂ. ഓസ്ട്രിയ എന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് ക്വാളിഫൈ ആയിട്ട് വരണം. എനിക്ക് തോന്നുന്നത് 1998 കണ്ട അവസാനം അവർ ക്വാളിഫൈ ആയത്. എന്തായിക്കോട്ടെ, സ്പെയിൻ നല്ലൊരു ഫോമിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള കളികൾ പ്രീ ക്വാർട്ടർ ഫൈനൽ മുതൽ പ്രതീക്ഷ നൽകുന്നതാണ്. കളി കാണുന്നവർക്ക് നല്ല കളി കാണാനാണ് ആഗ്രഹം. ഇത് കൺട്രി ജയിക്കണം, എനിക്കതിൽ താല്പര്യമില്ല. രണ്ടാമത്തെ കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിറ്റ്സർലാൻഡും അൾജീരിയയും തമ്മിലുള്ള കളിയായിരുന്നു. 2-0 ജയിച്ചെങ്കിലും ആദ്യം മുതൽ അവസാനം വരെ സ്വിറ്റ്സർലാൻഡിൻ്റെ ആധിപത്യമായിരുന്നു. അൾജീരിയ ഗ്രൂപ്പ് ഘട്ടത്തിൽ അവസാനത്തെ കളിയൊക്കെ വളരെ നന്നായിട്ട് കളിച്ചായിരുന്നു. ചെറിയ പ്രതീക്ഷിച്ചൊക്കെ വരുത്തിയായിരുന്നു. പിന്നെ മെസ്സി അൾജീരിയക്കാരനെ ഫൗൾ ചെയ്തിട്ട് ഫൗളും കൊടുത്തില്ല, റെഡ് കാർഡ് കിട്ടേണ്ട ഒരു ഫൗളായിരുന്നു. അപ്പോൾ അവരോട് ചെറിയൊരു സഹാനുഭൂതി ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് സ്വിറ്റ്സർലാൻഡിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. 2-0 ജയിച്ചെങ്കിലും ഏകപക്ഷീയമായ വിജയം തന്നെയാണ് സ്വിറ്റ്സർലാൻഡിലുള്ളത്. സ്വിറ്റ്സർലാൻഡ് ഇപ്പോൾ വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വേൾഡ് കപ്പ് കളിക്കുന്നുണ്ട്. അവർ നോക്കൗട്ട് സ്റ്റേജിലും മിക്കവാറും തന്നെ ക്വാർട്ടർ ഫൈനൽ വരെയൊക്കെ എത്താറുണ്ട്. അപ്പോൾ അതിലൊന്നും വലിയ അത്ഭുതമൊന്നുമില്ല. അത്ഭുതങ്ങൾ നടന്നത്, അല്ലെങ്കിൽ ഇഷ്ടക്കേടും ഇഷ്ടമൊക്കെ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോർച്ചുഗലും ക്രൊയേഷ്യയും തമ്മിലുള്ള കളിയാണ്. പോർച്ചുഗലിന് ഇഷ്ടമായ ആൾക്കാരുണ്ട്, ക്രിസ്ത്യാനോ റൊണാൾഡോനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയോട് ഇഷ്ടപ്പെടുന്ന ആളാണ്. നല്ലൊരു മനുഷ്യനാണ്, നല്ല കളിക്കാരനാണ്. പക്ഷേ എനിക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോനുള്ള ഇഷ്ടം മെസ്സിനോടുള്ള ഇഷ്ടക്കേടോ നെയ്മറിനോടുള്ള ഇഷ്ടക്കേടോ ആകാറില്ല. അയാൾ നല്ല കളിക്കാരനാണ്, അതേപോലെ തന്നെ മെസ്സി നല്ല കളിക്കാരനാണ്, നെയ്മർ നല്ല കളിക്കാരനാണ്, എംബാപ്പെ നല്ല കളിക്കാരനാണ്, യമാൽ നല്ല കളിക്കാരനാണ്. അങ്ങനെ കളി നന്നായിട്ട് കളിക്കുന്നവരൊക്കെ നല്ലതാണ്. പക്ഷെ ചിലവർക്ക് ഫാൻസ് ഉണ്ടാവുമല്ലോ, ഫാൻസ് കൂടുതലുള്ള ഒരു താരമാണ്. പിന്നെ പോർച്ചുഗലിന് ഇപ്രാവശ്യം കപ്പ് കിട്ടുമെന്നൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ, മെസ്സിക്കൊക്കെ ഇനി കൊപ്പൊക്കെ കിട്ടി, ഇനി ക്രിസ്ത്യാനോ കപ്പും കൊണ്ട് പോട്ടെ എന്നുള്ള ചിന്താഗതിക്കാരുമുണ്ട്. അതിൽ എനിക്കും കുറച്ച് സപ്പോർട്ടുണ്ട്. പക്ഷേ അവരുടെ ഇതുവരെയുള്ള കളിയൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവരുടെ ഒരു പീക്ക് പെർഫോമൻസ് ഞാൻ കണ്ടിട്ടേ ഇല്ല. രണ്ടാമത്തെ ക്രൊയേഷ്യയാണ്. ക്രൊയേഷ്യ ടീമിനെ എനിക്കിഷ്ടമാണ്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് കളിക്കുന്ന ലൂക്ക മോഡ്രിച്ചിനെ ഇഷ്ടമാണ്. കഴിഞ്ഞ 2 വേൾഡ് കപ്പായിട്ട് അവർ സെമി ഫൈനൽ കളിക്കുന്നുണ്ട്.
ഇപ്പോഴൊന്നുമല്ല, ക്രൊയേഷ്യനോട് ഇഷ്ടം തുടങ്ങിയിട്ട് നാൾ കുറേയായി. അപ്പോൾ ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെയും ലൂക്ക മോഡ്രിച്ചിൻ്റെയും അവസാന കളിയാണ്. കളിയിലെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 2-1 പോർച്ചുഗൽ ജയിച്ചു എന്നുള്ളതാണ്. ശരിയാണ്, പോർച്ചുഗൽ ജയിച്ചു. ബോൾ പൊസിഷനും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ സമയം പന്ത് നിയന്ത്രിച്ചത് ഏകദേശം 62% സമയവും പോർച്ചുഗലിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. പാസസും അവരുടെ കൂടുതലായിരുന്നു, പാസ് ആക്യുറസി അവരുടെ കൂടുതലായിരുന്നു, എല്ലാം അവരുടെ തന്നെയായിരുന്നു. എന്ന് വെച്ച് ഇത് വൺ സൈഡഡ് കളിയായിട്ടല്ല, അത് കളി കണ്ടവർക്ക് മനസ്സിലാവും. പോർച്ചുഗലിന് 15 ഷോട്ട് അടിക്കാനേ പറ്റുള്ളൂ. അതിൽ 3 എണ്ണം മാത്രമാണ് ടാർഗറ്റിലോട്ട് പോയത്, 2 എണ്ണം ഗോളാവുകയും ചെയ്തു. ക്രൊയേഷ്യ 13 ഷൂട്ടേ അടിക്കാൻ പറ്റുള്ളൂ, 2 കുറവാണെങ്കിൽ അവരുടെ ഷൂട്ട് ഓൺ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ഉണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കണ പോലെ ഒരു 2-1 അല്ല. ശരിക്കും പറഞ്ഞാൽ പോർച്ചുഗലിന് വേണ്ടിയിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ഗോൾ അടിച്ചിരുന്നു. ജസ്റ്റ് എന്താ പറയണ, ഒരു മില്ലിമീറ്ററിൻ്റെ വ്യത്യാസത്തിൽ ഓഫ് സൈഡ് ആയിപ്പോയി. അത് അനുവദിച്ചിരുന്നെങ്കിൽ 3-1 ആയാണ്. അതുപോലെ ക്രൊയേഷ്യയും ഒരു ഗോള് ആണ് ഇപ്പം കാണണമെങ്കിലും 2 ഗോൾ അടിച്ചത് ഓഫ് സൈഡ്. ഇതുപോലെ തന്നെ മില്ലിമീറ്ററിൻ്റെ വ്യത്യാസത്തിൽ 2 ഗോള് അവരടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓഫ് സൈഡ് വിളിച്ചിട്ടത് അംഗീകരിച്ചില്ല. അങ്ങനെ വരുമ്പോൾ ഇത് 3-3 വന്നിട്ട് എക്സ്ട്രാ ടൈമിലോട്ട് പോകേണ്ടതാണ്. എന്നിരുന്നാലും കൂടുതൽ ആധിപത്യം പുലർത്തിയത്, ബോൾ പൊസിഷൻ ചെയ്തതൊക്കെ പോർച്ചുഗലാണെങ്കിലും ക്രൊയേഷ്യയാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തേക്കണത്. അതാണ് സത്യം. എന്തായാലും ആസ് ഓഫ് ടു എന്താ പറയണ, മാഡ്രിഡ്, ലൂക്ക മോഡ്രിച്ചിന് അഭിനന്ദനങ്ങൾ. അവസാനത്തെ വേൾഡ് കപ്പാണ്, ഇനി അദ്ദേഹത്തിൻ്റെ കളി കാണാൻ പറ്റില്ല എന്നുള്ള സങ്കടമുണ്ട്. പ്രായമായി. അതുപോലെ തന്നെ റൊണാൾഡോ ഏതായാലും പ്രീ ക്വാർട്ടറിലോട്ട് ക്വാളിഫൈ ആയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ ടീമും കഴിവ് തെളിയിക്കട്ടെ, മുന്നോട്ട് പോട്ടെ, ആശംസ നേരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കളിയാണ്. ഇതാണ് ഇന്നലെ നടന്ന 3 കളിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇന്ന് നടക്കുന്ന കളി ആസ്ട്രേലിയയും ഈജിപ്തും തമ്മിലുള്ള ഒരു കളിയാണ്. നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഇതിൻ്റെ അകത്ത്. എൻ്റെ അഭിപ്രായത്തിൽ ഈജിപ്റ്റ് ജയിക്കും, വലിയ പ്രശ്നമില്ലാണ്ട് ജയിക്കും. ഒരു 60-40% ഞാൻ കൊടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ വല്ല അത്ഭുതങ്ങളും അട്ടിമറികളും സംഭവിക്കണം. പിന്നെ അർജൻറ്റീന, കാബോ വെർഡെ അറിയാം, ഒരു കുഞ്ഞ് രാഷ്ട്രമാണ്. സ്പെയിനായിട്ട് ഒരു ഗോൾ അടിക്കാൻ പോലും സംഭവിച്ചില്ല. അവിടുത്തെ ഗോളിനെയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അർജൻറ്റീന ഇതെല്ലാം കൂളായിട്ട് മറികടന്ന് ജയിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ അട്ടിമറി എന്ന് തന്നെ ഞാൻ പറയും. അവസാനത്തെ കളി കൊളംബിയ ഘാന, നാളെ രാവിലെ 7 മണിക്കാണ്. ഇത് 50-50 ഞാൻ പറയത്തുള്ളൂ. കൊളംബിയ അവസാനത്തെ കളിയൊക്കെ വളരെ ഗംഭീര കളി കളിച്ച്, പക്ഷേ അവർ സത്യസന്ധമായിട്ടാണ് കളിച്ചത്. ഞാൻ അന്ന് പറഞ്ഞത് പോർച്ചുഗൽ തോക്കാതിരിക്കാൻ വേണ്ടി, ക്രിസ്ത്യാനോക്ക് നാണക്കേടില്ലാണ്ടിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഗോൾ അടിച്ചില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ അവർ സിൻസിയറായിട്ട് കളിച്ച് ഗോൾ അടിക്കാൻ പറ്റാത്തതാണെങ്കിൽ അത് അവർക്ക് പ്രശ്നമാവും. ഘാന പോർച്ചുഗൽ പോലെയുള്ള ഒരു ടീമല്ല, ഒരു ആഫ്രിക്കൻ കൺട്രിയാണ്. പക്ഷേ ഘാനക്ക് പേടിക്കാനുള്ളത് റെഫറിയെയും ഫിഫേനെയാണ്. അവർക്ക് എപ്പോഴും പ്രശ്നങ്ങളാണ്, പ്രത്യേകിച്ച് ഒരു ആഫ്രിക്കൻ കൺട്രി ആകുമ്പോൾ. അപ്പോൾ കൊളംബിയ ഘാന മത്സരം ഞാൻ 50-50 വെക്കണതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒത്തിരി ഇൻഫ്ലുവൻസുകൾ വരും. റെഫറി, ഫിഫ, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ വളരെ ടഫായിട്ട് കളിക്കുന്ന 2 ടീമാണ്. ഇഷ്ടംമാരെ ഫൗളും കാര്യങ്ങളൊക്കെ വരും. ഇതാണ് ഇന്ന് നടക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നാളെ രാവിലെ കളിക്കാൻ പോകുന്ന കളിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ പ്രീ ക്വാർട്ടർ ഫൈനൽ ഏതായാലും തീരുമാനമായി. കാനഡ, മൊറോക്കോ, പരാഗ്വേ, ഫ്രാൻസ്, USA, ബെൽജിയം, പോർച്ചുഗൽ, സ്പെയിൻ, ബ്രസീൽ, നോർവേ, മെക്സിക്കോ, ഇംഗ്ലണ്ട്. ഇതിൽ ഒരു ഈസി ടേക്ക് ഓവർ എന്ന് പറഞ്ഞ
ആകെപ്പാടെ മൊറോക്കോന് മാത്രമേ ഉള്ളൂ ഈസി ആയിട്ട് കാനഡനെ തോൽപ്പിക്കാൻ പറ്റുന്നത്. ബാക്കി എല്ലാ കളികളും പ്രീ ക്വാർട്ടർ ഫൈനൽ അല്ലെ റൗണ്ട് ഓഫ് 16 ടഫാണ്. മൊറോക്കോക്ക് ഈസി ആയിട്ട് ജയിക്കാൻ പറ്റും, കാനഡ തോൽപ്പിക്കാൻ പറ്റും, ഫ്രാൻസിന് പരാഗേനും തോൽപ്പിക്കാൻ പറ്റും. ഈ രണ്ട് കളിയെ വളരെ ഈസി ആയിട്ട് ജയിക്കാൻ പറ്റുള്ളൂ. USA ബെൽജിയം ടഫായിരിക്കുള്ളൂ. പോർച്ചുഗൽ സ്പെയിൻ ടഫായിരിക്കണം, എന്നാലേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ബ്രസീൽ നോർവേ ചിലപ്പോൾ ബ്രസീലിന് അപ്പുറത്ത് ഉണ്ടെങ്കിലും ഇത്തിരി വേർത്താലേ ജയിക്കാൻ പറ്റുള്ളൂ. മെക്സിക്കോ ഇംഗ്ലണ്ട് വേർക്കും. ഹോസ്റ്റിംഗ് കൺട്രി ആയത് കാരണം മെക്സിക്കോ അവർ ഹോസ്റ്റ് ചെയ്തേക്കണ എല്ലാ കളിയിലും അവർ ക്വാർട്ടർ ഫൈനൽ കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മെക്സിക്കോ ഉറപ്പായിട്ട് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ക്വാർട്ടർ ഫൈനൽ കളിക്കും എന്ന് തന്നെ ഞാനിപ്പോൾ അഡ്വാൻസ് ആയിട്ട് പറയുക. പിന്നെ സ്വിറ്റ്സർലാൻഡായിട്ട് കളിക്കാൻ പോകണം. കൊളംബിയയിലും ഗാനയും തമ്മിലുള്ള കളിയിലെ വിജയിയാണ്. ഞാൻ വിചാരിക്കുന്നത് ഏത് ടീം വന്നാലും സ്വിറ്റ്സർലാൻഡ് വളരെ ടഫായിട്ടുള്ള കളിയായിരിക്കും. ആസ്ട്രേലിയ, ഈജിപ്റ്റ്, അർജൻറ്റീന, കാവോട്ടറ് ഓട്ടോമാറ്റിക്കായിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് അർജൻറ്റീനയും ഈജിപ്റ്റും കൂടി വരും. അതിൽ അർജൻറ്റീനയ്ക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ക്വാർട്ടർ ഫൈനലിലോട്ട് പോകാൻ പറ്റും. ഇതാണ് ഈ എളിയ ഫുട്ബോൾ ഭ്രാന്തൻ്റെ വീക്ഷണം അല്ലെങ്കിൽ അഭിപ്രായം. ബാക്കി നാളത്തെ കളി കഴിഞ്ഞ് കാണാം. എല്ലാവർക്കും നല്ല നമസ്കാരം, ശുഭദിനം നേരുന്നു. നന്ദി.